ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് ആർക്കെങ്കിലും ഫ്ലോപ്പ് ആയിട്ടുണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരൂ, നമുക്കത് ശരിയാക്കിയെടുക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഇച്ചിരി എണ്ണ ചേർത്ത് ചൂടായി വരുമ്പോഴേക്കും ഒരു മുട്ട, പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന്റെ മുകളിലോട്ട് ഒരു മുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തത്, ഉപ്പും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തത് ഇതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് പെട്ടെന്ന് തന്നെ ഇതിന്റെ മുകളിലോട്ട് ഒരു ഇച്ചിരി സവാള അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പിന്നെ ഒരു ഇച്ചിരി ചില്ലി ഫ്ലേക്സ്, ഒറിഗാനോ, മുളക് പൊടിയും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. മല്ലിയില അരിഞ്ഞത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കുക്കാകുന്നതിന് മുന്നേ തന്നെ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. മുകൾ ഭാഗം കുക്കാകുന്നതിന് മുന്നേ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ആയിട്ട് മുട്ട സെപ്പറേറ്റ് ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലൂടെ താഴോട്ട് അടിയിലോട്ട് നമ്മൾ മുട്ട ബീറ്റ് ചെയ്തത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. സൈഡിലോട്ടായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് സാവധാനം മാറ്റാം. ഒരു പ്ലേറ്റിലോട്ട് നമ്മൾ കമഴ്ത്തി കൊടുത്തിട്ട് ഇതുപോലെ മാറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിത് കുറച്ചൊന്ന് ചൂടാറിയ ശേഷം കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് മുട്ട സെപ്പറേറ്റ് ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഒരു ഇച്ചിരി മുട്ട അതിന്റെ അടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, മുട്ട ബീറ്റ് ചെയ്തത്. അപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയും.